ഇന്റർവെല്ലിന് ശേഷം നമ്മൾ വേറൊരു ലോകത്തെ കൊണ്ടുപോകുക, നമ്മളാകെ തരിച്ചിരുന്നു പോകും, ആ പടത്തിൽ ലയിച്ചു പോകുക എന്നറിയില്ല. വേറെ ലെവൽസ് ആണോ ബ്രോ? വേറെ ഒരു പറയാനൊന്നുമില്ല, വേറെ വിഷയം എല്ലാവരും കാണാൻ വരുന്നത്. കാന്തര 1 എന്തായിരുന്നു, കാന്തര 2 ഇതാണ്. വേറെ ലെവല് സാധനമാണോ? തീപ്പൊരിയല്ല, മത്തപ്പും എല്ലാം തീപ്പൊരിയാണെങ്കിൽ അതിന്റെ മുകളിൽ വെക്കാൻ വേറെ സാധനമുള്ളൂ. വേറെ നോക്കാനില്ല, വേറെ ലെവൽ സാധനം. നല്ല സിനിമയാണ്. ഋഷഭ് ഷെട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല കഴിവുള്ള ആക്ടറാണ്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ നല്ല കഴിവുള്ള ആക്ടറാണ്. ഒരു സംശയം വിചാരിക്കേണ്ട. രാജമൗലി പോലുള്ള ഡയറക്ടർമാരെ കൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പം അപൂർവങ്ങളായിട്ട് വിജയിക്കുകയുള്ളൂ. ആ സിനിമയുടെ ഡയറക്ടർ തന്നെ പുള്ളി തന്നെയാണ്. ഈ സിനിമ 100% നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും എല്ലാം നല്ല മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട്. കോസ്റ്റ്യൂം നല്ല ജയറാമേട്ടനൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടം ദയവ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യും ആൾക്കാർ, ഉറപ്പിച്ചോ. നല്ല പടം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല, അടിപൊളി. ഇന്റർവെല്ലിന് ശേഷം നമ്മൾ വേറൊരു ലോകത്തെ കൊണ്ടുപോകുക, നമ്മളാകെ തരിച്ചിരുന്നു പോകും, ആ പടത്തിൽ ലയിച്ചു പോകുക എന്നറിയില്ല. ആ പടത്തിൻ്റെ ഒരു മേക്കിങ്, അതേപോലെ അതിൻ്റെ ആ ഋഷഭ് ഷെട്ടീൻ്റെ പെർഫോമൻസ് എല്ലാം ഒരു രക്ഷയില്ല. എടുത്തു പറയേണ്ട ഒരു രക്ഷയില്ല ബ്രോ. നല്ല കിട്ടില്ല പെർഫോമൻസാണ്, കിട്ടില്ല മൂവിയാണ്. ഫാസ്റ്റസ്റ്റ് 1000 CR എന്ന് പറഞ്ഞത് അതാണ് ഇവിടെ വരാൻ പോകുന്നത്. ജസ്റ്റ് 1 വീക്ക് കൊണ്ട് 1000 CR കംപ്ലീറ്റ്. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? എല്ലാവരുടെയും അഭിനയം കുഴപ്പമില്ല. ജയറാമിൻ്റെ അഭിനയം നല്ല അഭിനയമാണ്, അതിലെ നായികയുടെ അഭിനയം നല്ല അഭിനയമാണ്. പക്ഷേ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും നല്ല അഭിനയം. പക്ഷേ ഋഷഭ് ഷെട്ടിയുടെ മുമ്പിൽ എല്ലാം നിഷ്പ്രഭമായി പോകും. അത്രയും കിടിലം പെർഫോമൻസാണ്, ഒരു രക്ഷയില്ല. പുള്ളിക്കൊക്കെ ദേശീയ അവാർഡ് കൊടുത്തില്ലെങ്കിൽ, ദേശീയ അവാർഡ് കൊടുത്തപ്പോൾ പലരും പറഞ്ഞു അയാൾ ഇതാണുള്ളത്, മോദി ആയതാണ് ദേശീയ അവാർഡ്. പക്ഷേ ഇതൊന്നല്ല, പെർഫോമൻസില്ല, രോമാഞ്ചം എന്നാണ് എടുത്ത് കാണിക്കുകയാണ്. ഒരു ലെവലും ഇല്ല. പീക്ക് ലെവൽ പടം, പീക്ക് ലെവലിന് മുകളിൽ. കുറച്ച് ദിവസം കേരളം കാന്താര ഭരിക്കുമെന്ന് തോന്നുന്നു. എന്ത് പറയാനാ, കാന്താര ഭരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഫാസ്റ്റസ്റ്റ് 1000 CR ഒരു 1 വീക്കിനുള്ളിൽ. 1 വീക്ക് ആവണ്ട, അതിൻ്റെ ഉള്ളിൽ 1000 CR ആണ് ഈ പടം. അതിൻ്റെ അടിപൊളി സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് പടം. അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം. കേട്ടില്ലേ? അടിച്ച് പൊളിച്ച്. ഇപ്പം ക്ലൈമാക്സ് ആയാലും എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ കൂടുതൽ സീൻസ് ഉണ്ട്. അടിപൊളി സൂപ്പർ. ജയറാമേട്ടൻ അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭയങ്കര ആക്ടിംഗ് ഉണ്ട്. പറഞ്ഞോ എന്താ പേരാ? ഡെഫിനറ്റ്ലി 1-നെക്കാട്ടി കൂടുതൽ അടിപൊളിയായിട്ടുണ്ട്. കാണാൻ ഭയങ്കര രസമുണ്ട്. ഇവൻ വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ടൊരു പടമാണ്. ഇവൻ മ്യൂസിക് ആയാലും എല്ലാം ഭയങ്കര, ചില സീൻസ് ഭയങ്കര ഗൂസ് ബംസ് വന്നിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ എല്ലാവരുടെ കയ്യടിയൊക്കെ സൂപ്പറായിരുന്നു. ഡെഫിനറ്റ്ലി ട്രെയിലറിൽ കണ്ടതല്ല, അതിലും മേളിലുള്ളൊരു പടമാണ്. അടിപൊളി വെച്ചാൽ അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ട പടം. അത് ചില കഴിവുള്ളവർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി പറ്റുമല്ലോ. പക്ഷേ ഇത് അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. എസ്പെഷ്യലി ഞാൻ പറയുന്നത് ജയറാമേട്ടൻ്റെ ഒക്കെ അഭിനയം വേറെ ലെവല്. അതുപോലെ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനെ പടത്തിൽ ഫീമെയിൽ ഇത്രയും ആക്ട്രസിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പടം എന്ന് വെക്കുമ്പോൾ അതും അടിപൊളി. സൂപ്പർ. താങ്ക് യു.